ഹിസ്റ്ററി ഓഫ് രാമായണയുടെ പാർട്ട് 2 ഏവർക്കും സ്വാഗതം. മീനമാസത്തിലെ പുണർദ നക്ഷത്രത്തിൽ വെളുത്ത പക്ഷത്തിലെ നവമി ദിവസം കർക്കിടക ലഗ്നത്തിൽ കൗസല്യരാജ്ഞി വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരവും ആത്മാംശവുമായ ശ്രീരാമനെ പ്രസവിച്ചു. പിറ്റേ ദിവസം പൂയം നാളിൽ കൈകേയി ഭരതനെ പ്രസവിച്ചു. 3ാം ദിവസം ആയില്യം നാളിൽ പായസത്തിൻ്റെ 2 ഭക്ഷിച്ച സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രസവിച്ചു. 11 ദിവസം കഴിഞ്ഞ് വാലായ്മ തീർന്നപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് ഇവർക്ക് മേൽപ്പറഞ്ഞ പേരുകളിട്ടത്. രാമൻ സന്തോഷപ്രദനെന്നും ഭരതൻ ഭരണസാമർഥ്യം പ്രകടിപ്പിക്കുന്നവനെന്നും ലക്ഷ്മണൻ ലക്ഷണയുക്തനെന്നും ശത്രുക്കളെ നശിപ്പിക്കുന്നവനെന്നും പേരുകൾ കൊണ്ട് ധ്വനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ദീർഘദൃഷ്ടിയാനായ വസിഷ്ഠനാമ നിർദ്ദേശം. ദശരഥ മഹാരാജാവ് വാർദ്ധക്യത്തിലും കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ സന്തോഷ ഇരത്താൽ തുള്ളിച്ചാടി. 4 ഓമൽ സന്താനങ്ങളെ കൊണ്ട് രാജധാനി നിറഞ്ഞപ്പോൾ പിതാവായ അദ്ദേഹം ആനന്ദം കൊണ്ട് വീർപ്പുമുട്ടി. സാമന്ത രാജാക്കന്മാർ വിവരമറിഞ്ഞെത്തി കുമാരന്മാർക്ക് വിലപിടിച്ച പല സമ്മാനങ്ങളും കാഴ്ചവെച്ച് അവരെ ആശീർവാദിച്ചു. വരുന്നവർക്കെല്ലാം ദശരഥൻ വാരിക്കോരി കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. എങ്ങും ഉത്സവങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളും കൊണ്ടാടിക്കൊണ്ടിരുന്നു. രാവണവധത്തിന് അവതരിച്ച രാമനെ സഹായിക്കാൻ ഈ അവസരത്തിൽ ബ്രഹ്മാവിൻ്റെ ആവശ്യപ്രകാരം ദേവന്മാർ വാനരന്മാരെയും കരടികളെയും മറ്റും സൃഷ്ടിച്ചു. അവർക്ക് ഏതു രൂപം കൊള്ളാനും പ്രാപ്തിയും നൽകി. 4 രാജകുമാരന്മാരും മിടുക്കന്മാരായി ഒരുമിച്ച് വളർന്നു വന്നു. രാമൻ്റെ നിഴൽ പോലെ ലക്ഷ്മണനും ഭരതനും കൂട്ടായി ശത്രുഘ്നനും ഒന്നിച്ചു കൂട്ടുകൂടിയും പഠിച്ചും കളിച്ചും ഉണ്ടും ഉറങ്ങിയും വളർന്നു വന്നു. ദശരഥൻ പുത്രന്മാർക്ക് വേണ്ട ക്രിയാദികളെല്ലാം യഥാക്രമം ചെയ്തു. കുമാരന്മാർക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ആരംഭിച്ചു. ആചാര്യശ്രേഷ്ഠൻ വേദശാസ്ത്രങ്ങളും പുരാണം, ഇതിഹാസം എന്നിവയും അവരെ അഭ്യസിപ്പിച്ചു. കുമാരന്മാർ അതിവേഗത്തിൽ ശ്രുതി സ്മൃതികളും ലളിതകലകളും അസ്ത്രശാസ്ത്രം തുടങ്ങിയ ആയുധവിദ്യകളും പഠിച്ചു. 12 വയസ്സ് പൂർത്തിയായപ്പോൾ ധനുർവിദ്യയിൽ അവർ പാടവം തികഞ്ഞ് അതിസമർത്ഥരായി മാറി. ധർമ്മശാസ്ത്രത്തിൽ അവരെ ജയിക്കാൻ പണ്ഡിതന്മാരില്ലെന്ന നിലവിൽ വന്നു. അവർ കോസലരാജ്യത്തെ കണ്ണിലുണ്ണികളായി വിളങ്ങി വന്നു. ശ്രീരാമന് 15 വയസ്സ് തികഞ്ഞു. ദശരഥൻ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ അയോധ്യയിലേക്ക് വിശ്വാമിത്ര മഹർഷി എഴുന്നള്ളി. കുശിക വംശത്തിൽ പിറന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം. ഒരിക്കൽ നായാട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം എത്തുവാനിടയായി. വസിഷ്ഠനാകട്ടെ ഒരു രാജാവിനെ സൽക്കരിക്കേണ്ട വിധം തന്നെ വിശ്വാമിത്രനെയും കൂടെയുള്ളവരെയും ഉപചരിച്ചു. ആവശ്യപ്പെടുന്നതെല്ലാം നൽകുന്ന കാമധേനു എന്ന പശുവാണ് വസിഷ്ഠനെ അക്കാര്യത്തിൽ സഹായിച്ചു കൊണ്ടിരുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയ രാജാവ് ആ ദിവ്യ പശുവിനെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പകരം അനേകം പശുക്കളെ കൊടുക്കാമെന്നും വിശ്വാമിത്രൻ പറഞ്ഞു. എന്നാൽ ആ വാഗ്ദാനങ്ങൾക്കൊന്നും വസിഷ്ഠൻ വഴങ്ങിക്കൊടുത്തില്ല. ബലം പ്രയോഗിച്ച് അതിനെ പിടിച്ചുകൊണ്ടുപോകാൻ വിശ്വാമിത്രൻ്റെ സേനകൾ ഒരുമ്പെട്ടു. പക്ഷേ കാമധേനു പെട്ടെന്ന് വാലുയർത്തി ഒരു സംഹാരരൂപിണിയായി നിന്നു. അവളുടെ ഓരോ അവയവങ്ങളിൽ നിന്നും വിവിധ യോദ്ധാക്കൾ ഉത്ഭവിച്ച് വിശ്വാമിത്ര സേനയുമായി ഏറ്റുമുട്ടി. വിശ്വാമിത്രൻ അയച്ച അമ്പുകളെല്ലാം വസിഷ്ഠൻ കൈകൊണ്ട് പിടിച്ചെടുത്തു. ഒടുവിൽ ബ്രഹ്മതേജസ്സിനാണ് ക്ഷത്രതേജസ്സിനേക്കാൾ ബലമുള്ളതെന്ന് വിശ്വാമിത്രന് ബോധ്യമായി. ഒരു ഋഷിയുടെ ശക്തി രാജാവിനേക്കാൾ വളരെ വലുതാണെന്ന് വിശ്വാമിത്രൻ മനസ്സിലാക്കി. ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്തു. തുടർന്ന് ആ ശക്തി നേടുന്നതിനായി കഠിന തപസ് ആരംഭിച്ചു. ആരുടെ ഏതു തപസ്സും തൻ്റെ ഇന്ദ്രപട്ടത്തെ ബാധിച്ചേക്കുമെന്ന് കരുതിപ്പോരാറുള്ള ദേവേന്ദ്രൻ വിശ്വാമിത്രൻ്റെ തപസ് മുടക്കുവാൻ പലതവണ ശ്രമിച്ചു നോക്കി. എന്നാൽ വിശ്വാമിത്രൻ തന്നെ ഒടുവിൽ ജയിച്ചു. പിന്നീട് മഹാബ്രഹ്മർഷി എന്ന പദവി അദ്ദേഹം നേടി. ലോകമെങ്ങും കീർത്തികേട്ട ബ്രഹ്മർഷി വിശ്വാമിത്രനെ എല്ലാവരും ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. രാജധാനിയിൽ പ്രവേശിച്ച വിശ്വാമിത്രനെ ദശരഥനും വസിഷ്ഠനും പത്നിമാരും പുത്രന്മാരും ചേർന്ന് വന്നിച്ചെതിരേറ്റു കൊണ്ടുപോയി ഷേഡാശോപാചാരങ്ങൾ എല്ലാം നടത്തി പൂജിച്ചു. മഹർഷി അവയെല്ലാം സ്വീകരിച്ച് രാജകുടുംബത്തെ ആശീർവദിച്ചു. അതിനുശേഷം ആഗമനോദ്ദേശം ഭക്തി ബഹുമാനപൂർവ്വം മഹർഷിയോട് ദശരഥൻ ആരാഞ്ഞു. അദ്ദേഹം ഇപ്രകാരം ആവശ്യപ്പെട്ടു:
ഞാൻ സർവജ്ഞന സംതൃപ്തി ലക്ഷ്യമാക്കി അമാവാസി തോറും നടത്തിവരാറുള്ള യാഗം അങ്ങക്ക് അറിവുണ്ടല്ലോ. എന്നാൽ കുറച്ചു കാലമായി രാവണൻ്റെ ബന്ധുക്കളായ മാരീചൻ, സുബാഹു തുടങ്ങിയ രാക്ഷസന്മാർ ഉപദ്രവിച്ചു വരുന്നു. അവർ മൃഗങ്ങളെ കൊന്ന് യാഗാഗ്നിയിലേക്ക് രക്തം ഒലിപ്പിച്ചും മാംസം വലിച്ചെറിഞ്ഞും യാഗങ്ങൾ മുടക്കുന്നു. ആ ശല്യം മാറ്റിക്കിട്ടുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ യാഗദീക്ഷ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യാനും നിവൃത്തിയില്ല. അതാണോ കാര്യം? ഇപ്പോൾ തന്നെ ഞാൻ കൂടെ പുറപ്പെടാം. അങ്ങ് വരണ്ട. എൻ്റെ തപശക്തി കൊണ്ട് തന്നെ അവരെ വധിക്കാൻ കഴിയും. പക്ഷേ അപ്രകാരം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇത്. രാമനാണ് അതിന് പോന്നവൻ. ഞങ്ങളുടെ തപാചാര്യകൾ വിഘ്നം കൂടാതെ നടത്തുവാൻ രാമനെ 10 ദിവസത്തേക്ക് വിട്ടുതരണം. രാമന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ വാക്കുകൾ കേട്ട ദശരഥൻ സ്തംഭിച്ചു നിന്നുപോയി. അദ്ദേഹം വളരെ ദുഃഖിതനായി തീർന്നു. അദ്ദേഹത്തിന് രാമനെ അയക്കാൻ തീരെ മനസ്സ് വന്നില്ല. രാമനെ പിരിയാൻ ശക്തനല്ലാത്തതുകൊണ്ട് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു: രാമൻ കേവലം ഒരു ബാലനല്ലേ? അവന് രാക്ഷസരോട് തീർക്കാൻ കെൽപ്പുണ്ടോ? ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ കുട്ടിയെ എങ്ങനെ ഞാൻ കാട്ടിലേക്ക് അയക്കും? ഞാൻ ചതുരംഗ സേനകളുമായി ആശ്രമത്തിലേക്ക് വന്ന എല്ലാ രാക്ഷസരെയും വധിച്ച് യാഗരക്ഷ ചെയ്താൽ പോരെ? രാമനെ അയച്ചു തരാൻ എനിക്ക് സാധിക്കുകയില്ല. ത്രിശങ്കു സ്വർഗസ്ഥനെ പോലെ ദശരഥൻ ധർമ്മസങ്കടത്തോടെ പറഞ്ഞു നിർത്തി. വിശ്വാമിത്രൻ്റെ കണ്ണിൽ കോപം കൊണ്ട് ജ്വലിച്ചു. ദശരഥൻ്റെ ഈ ഭാവപ്രകടനമൊന്നും സ്വതവേ അഹങ്കാരിയും ഗർവിഷ്ഠനുമായ വിശ്വാമിത്രന് സഹിച്ചില്ല. എനിക്ക് ആവശ്യം ഇപ്പോൾ അങ്ങയുടെ മൂത്തപുത്രൻ രാമനെയാണ്. രാമനെ എൻ്റെ കൂടെ അയച്ചു തന്നില്ലെങ്കിൽ നീയും നിൻ്റെ വംശവും തന്നെ നശിക്കുമെന്ന് ഓർക്കണം. ഭീഷണി സ്വരത്തിലുള്ള ഈ വാക്കുകൾ കേട്ട് ദശരഥനെ സഹിക്കാൻ വയ്യാത്ത സങ്കടമുണ്ടായി. അത് ശ്രദ്ധിച്ച മഹർഷി മറ്റൊരു രീതിയിൽ വിഷയം അവതരിപ്പിച്ചു. ദശരഥ, രാമനെയും മറ്റും കൊണ്ടുള്ള ഉപകാരം ഈ രാജ്യധാനിയിൽ മാത്രം ഒടുക്കേണ്ടതല്ല. എല്ലാ പ്രജകൾക്കും അത് ലഭിച്ചിരിക്കണം. സൂര്യവംശത്തിൽ പിറന്ന നിന്റെ ധർമ്മം എൻ്റെ ആവശ്യത്തെ അനാദരിക്കുന്നതാണെങ്കിൽ അതിന് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്രൻ മടങ്ങിപ്പോകുവാൻ ഒരുങ്ങി. തന്നെ ശരിക്കും അറിയാവുന്ന വസിഷ്ഠനെ ഒന്ന് നോക്കുകയും ചെയ്തു. ദശരഥൻ്റെ മന്ത്രിയും പുരോഹിതനുമായ വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ യോഗ്യതകൾ രാജാവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. സംശയിക്കേണ്ട ദശരഥ, ഇദ്ദേഹത്തിൻ്റെ കൂടെ കുമാരന്മാരെ ധൈര്യമായി അയച്ചുകൊള്ളുക. പുത്രനെ എത്ര അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ശക്തി ഈ മഹർഷിക്കുണ്ട്. മാത്രമല്ല അദ്ദേഹം അവർക്ക് ആയോധന കലയിൽ കുറവുള്ള പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. അതുമൂലം അവർക്കും നിനക്കും ശ്രേയസ്സും ഉണ്ടാവും. ഇത്രയും പറഞ്ഞതുകൂടാതെ വസിഷ്ഠൻ ദശരഥനെ ശ്രീരാമൻ്റെ അവതാര രഹസ്യവും അറിയിച്ചു. ഈ ഉപദേശം കേട്ടപ്പോൾ ദശരഥനിൽ നിന്നും നിരാശയും ദുഃഖവും അകന്നു. അദ്ദേഹം മക്കളെ വരുത്തി. അവർ വിശ്വാമിത്രനെ വന്ദിച്ചു. ദശരഥൻ പറഞ്ഞു: സ്വാമി, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ അവിവേകം മൂലം വന്നുപോയ തെറ്റ് ദയവായി പൊറുക്കണം. അതിനുശേഷം ദശരഥൻ രാമലക്ഷ്മണന്മാരെ അരികെ വിളിക്കുകയും അവരെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകി അനുഗ്രഹിച്ച ശേഷം വിശ്വാമിത്രനെ ഏൽപ്പിക്കുകയും ചെയ്തു. വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ചു. വിശ്വാമിത്രൻ സന്തുഷ്ടമാനസനായി വില്ലും ശരങ്ങളും ഏന്തിയ രാമലക്ഷ്മണന്മാരുമായി കൊടുങ്കാട്ടിലേക്ക് പോകുന്നതിനു മുമ്പായി ദശരഥനെ അനുഗ്രഹിക്കാൻ മറന്നില്ല. ദശരഥ, ഇപ്പോൾ നീ നിന്റെ ജന്മം കൊണ്ട് മനുഷ്യവംശവും നീതിനിഷ്ഠയും ഒന്നുകൂടി തളിർത്തു. നിന്റെ രാജ്യം എല്ലാ അഭിവൃദ്ധിക്കും കാരണമായി തീരും. വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷക്കായി മഹാരണ്യത്തിലുള്ള ആശ്രമത്തിലേക്ക് ശ്രീരാമലക്ഷ്മണന്മാർ യാത്രയായി. വഴിനീളെ മഹർഷി അവർക്ക് പല കഥകളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ഏറെ ദൂരം പിന്നിട്ട് അവർ ക്ഷീണിച്ചത് കണ്ട വിശ്വാമിത്രൻ വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനുള്ള 2 സിദ്ധമന്ത്രങ്ങളായ ബല, അതിബല എന്നിവ അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ ആയോധന വിദ്യയിൽ പേരുകേട്ട വിശ്വാമിത്രൻ പല ദിവ്യശാസ്ത്ര പ്രയോഗങ്ങളും അവരെ പഠിപ്പിച്ചു. അവർ യാത്ര തുടർന്ന് അയോധ്യയുടെ അതിർത്തിയിലുള്ള സരയൂ നദീതീരത്തെത്തി. അന്ന് രാത്രി അവർ അവിടെ താമസിച്ചു. പിറ്റേന്ന് പ്രഭാത കർമാഷ്ടത്തിന് ശേഷം ഗംഗയും സരയുവും ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തിനടുത്തുള്ള കാമാശ്രമത്തിലെത്തി. ദേവകളുടെ അപേക്ഷയനുസരിച്ച് ശ്രീ പരമേശ്വരൻ്റെ തപസ് മുടക്കാൻ കാമദേവൻ വസിച്ചിരുന്ന ആ ആശ്രമത്തിൻ്റെ കഥ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുത്തു. ഒടുവിൽ പരമശിവൻ്റെ 3-ാം കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ ദഹിച്ചു പോയത് ഇതിന് സമീപത്ത് വെച്ചാണത്രേ. കാമാശ്രമം പിന്നിട്ട അവർ ഒരു കൊടുങ്കാട്ടിലേക്ക് പ്രവേശിച്ചു. തടാകവനമെന്നായിരുന്നു അതിൻ്റെ പേര്. ആ വനചരിത്രവും തടാകയുടെ ഉൽപ്പത്തിയും മഹർഷി വിവരിച്ചു. അഗസ്ത്യ മഹർഷിയുടെ ശാപമേറ്റ്
വികൃത സ്വരൂപം പ്രാപിച്ച ആ രാക്ഷസിയെ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ അമ്പയിച്ചു കൊന്നു. അന്ന് രാത്രി അവർ ആ വനത്തിൽ താമസിച്ചു. അസ്ത്രങ്ങളെ പ്രയോഗിക്കേണ്ട രീതികളും ഉപസംഹരിക്കേണ്ട വിധവുമെല്ലാം മഹർഷിയിൽ നിന്നും മനസ്സിലാക്കിയ ശ്രീരാമൻ അവയെ ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തിരുന്നു. ഇതുകൂടാതെ ശ്രീരാമന് ജിംബ്രകാസ്ത്രമെന്ന ഒരു പ്രത്യേക കാസ്ത്രവും മുനി ഉപദേശിച്ചു കൊടുത്തു. പിറ്റേന്ന് അവർ വിശ്വാമിത്രൻ്റെ സിദ്ധാശ്രമത്തിലെത്തി. ഈ സിദ്ധാശ്രമത്തിൽ വെച്ചാണ് മഹാബലിയുടെയും വാമനൻ്റെയും കഥ നടന്നതെന്ന് വിശ്വസിക്കുന്നു. ആശ്രമത്തിലെ മുനിമാർ മഹർഷിയെ എതിരേൽക്കുകയും പൂജിക്കുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഉണ്ടായി. അതിമനോഹരമായ ആ ആശ്രമ പ്രദേശം രാമലക്ഷ്മണന്മാരെ ആഹ്ലാദഭരിതരാക്കി. അവരുടെ യാത്രാക്ഷീണവും അകന്നു. അവരെ അവിടെ വിശ്രമിച്ചു. ഈ ആശ്രമത്തിന് സമീപമാണ് താൻ യാഗം നടത്താറുള്ളതെന്നും ശ്രീരാമാദികളോട് മഹർഷി വിവരിച്ചു. അമാവാസി ദിവസം വിശ്വാമിത്രനും മറ്റു മുനിമാരും പ്രതിവിധിയില്ലാത്ത ഉത്സാഹത്തോടെ യാഗം ആരംഭിച്ചു. രാക്ഷസന്മാർ യാഗം മുടക്കാൻ വരുമെന്നതിനാൽ 6 ദിവസം രാപ്പകൽ അവിടെ കാവൽ നിൽക്കാൻ രാമലക്ഷ്മണന്മാരോട് മഹർഷി നിർദ്ദേശിച്ചിരുന്നു. അവർ ഊണവും ഉറക്കവും ഉപേക്ഷിച്ച് ജാഗ്രതയോടെ കാവൽ നിന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം 5 ദിവസവും രാക്ഷസന്മാരുടെ പ്രവേശനം കണ്ടില്ല. 6-ാം ദിവസം മട്ടുമാറി. താടയുടെ പുത്രന്മാരായ മരീചനും സുബാഹുവും കൂട്ടുരാക്ഷസന്മാരും പച്ചമാംസവും ചോരയും യാഗത്തിനു മുകളിൽ പ്രത്യക്ഷമായി. ആഗ്നേയാസ്ത്രം കൊണ്ട് ശ്രീരാമൻ സുബാഹുവിനെ വധിച്ചു. വായവസ്ത്രം കൊണ്ട് മറ്റു രാക്ഷസന്മാരെയും വകവരുത്തി. എന്നാൽ മാനസവാസ്ത്രം മരീചന്റെ നേർക്ക് പ്രയോഗിച്ചപ്പോൾ അത് പിന്തുടരുന്നത് കണ്ട അവൻ 100 യോജന ദൂരത്തിലുള്ള സമുദ്രത്തിലേക്ക് ഒരു പർവ്വത ഗുഹയിൽ പോയി ഒളിച്ചു നോക്കി. അസ്ത്രം തന്നെ പിന്തുടരുന്നത് കണ്ട മരീചൻ നിവൃത്തിയില്ലാതെ രാമൻ്റെ കാൽക്കൽ ചെന്ന് വീണ് ക്ഷമ ചോദിച്ചു. ഒരു അഭയാർത്ഥിയായി വന്ന മരീചന് വിശ്വാമിത്രൻ്റെ അനുവാദപ്രകാരം ശ്രീരാമൻ നിഗ്രഹിക്കാതെ മേലാൽ ആരെയും ഉപദ്രവിക്കരുതെന്ന താക്കീത് നൽകി അനുഗ്രഹിച്ച് വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് രാക്ഷസന്മാരിൽ നിന്നും അകന്ന് ഗോകർണത്തിൽ പോയി ഒരു സന്യാസി ജീവിതം തുടർന്നു. മറ്റുള്ള ഉപദ്രവികളായ രാക്ഷസന്മാരെ ലക്ഷ്മണൻ അമ്പെയ്തു തിരുത്തി. അങ്ങനെ മഹായോഗോത്സവം യാതൊരു അനർത്ഥവും കൂടാതെ മംഗളമായി പൂർത്തിയാക്കപ്പെട്ടു. വിശ്വാമിത്രനും മറ്റു മഹർഷിക്കും സന്തോഷം കൊണ്ട് മനം തെളിഞ്ഞു. അവർ ശ്രീരാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. അന്ന് രാത്രി എല്ലാവരും ആ സിദ്ധാശ്രമത്തിൽ കഴിഞ്ഞു.